Good morning. Good morning. സുഖാണോ? നമ്മള് കുറച്ച് ദിവസമായില്ലേ കണ്ടിട്ട്. എന്ത് പറ്റി? പിള്ളേരൊക്കെ കുറഞ്ഞു തുടങ്ങിയല്ലോ. തേർഡ് ഫോർത്ത് മോഡ്യൂൾ അതിന്റെ പേരിലാണോ? മോർണിംഗ്. ഓക്കെ, അപ്പൊ നമ്മൾ എടുത്തു നിർത്തിയത് സ്റ്റേജസ് ഓഫ് ക്ലിനിക്കൽ ഓഡിറ്റ് ആണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് അല്ലേ. അതിൽ ഫസ്റ്റ് എന്താണ് പ്രിപ്പറേഷൻ ഫോർ ഓഡിറ്റ് നമ്മൾ പറഞ്ഞിരുന്നു. സെലക്ഷൻ ക്രൈറ്റീരിയ, മെഷറിംഗ് പെർഫോമൻസ് വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് അല്ലേ. ഓക്കെ, പ്രിപ്പറേഷൻ ഫോർ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ആദ്യം ടോപ്പിക് നമ്മൾ സെലക്ട് ചെയ്തു, പ്രയോറിറ്റി കൊടുത്തു, അതുപോലെ തന്നെ അതിന്റെ പർപ്പസ് എന്താണെന്നുള്ളത് നമ്മൾ നോക്കിയല്ലേ. ഓഡിറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിന്റെ പർപ്പസ് ആണ് അവിടെ എഴുതുന്നത് അല്ലെ, ഡിഫൈനിങ് ദ പർപ്പസ്. അതിനുശേഷം ഓഡിറ്റ് പ്ലാൻ ചെയ്യുന്നു. അതിനുശേഷം യൂസേഴ്സിന്റെ കയ്യിൽ നിന്ന് ആ ഇൻഫർമേഷൻസ്, ആളുകളുടെ കയ്യിൽ നിന്ന് ഇൻഫർമേഷൻസ് സ്വീകരിക്കുന്നു. അതാണ് ആ ഡയഗ്രാമിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇനി നെക്സ്റ്റ് ആണ് പറയുന്നത് സെലക്ഷൻ ഓഫ് ക്രൈറ്റീരിയ. ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. ആദ്യം ഡിഫൈൻ ദ ക്രൈറ്റീരിയ അല്ലെ. ക്രൈറ്റീരിയ എന്താണ്? മാനദണ്ഡം. ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ മാനദണ്ഡം എന്താണെന്നുള്ളത് നമ്മൾ ഡിഫൈൻ ചെയ്തു. ഓക്കെ, നമ്മളിപ്പോ ഓഡിറ്റിന് വേണ്ടിയിട്ട് എന്തെങ്കിലും നമ്മൾ ഒരു വിഷയം എടുത്തിട്ടാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ എന്തെങ്കിലും ചിലപ്പോ എന്താണ് പേഷ്യന്റ് കെയർ ആവാം, അല്ലെങ്കിൽ ഡോക്ടേഴ്സിന് ട്രീറ്റ്മെന്റ് ആവാം. അങ്ങനെയുള്ള ഒരു വിഷയം എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ക്രൈറ്റീരിയ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു. സോഴ്സ് ഓഫ് എവിഡൻസ്, ഇതിൽ നിന്നൊക്കെയാണ് നമുക്ക് എവിഡൻസ് കിട്ടുന്നത്. ഇതിൽ നിന്നാണ് എവിഡൻസ് കിട്ടുക. ഓർമ്മയുണ്ടോ? രണ്ട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഓർമ്മയില്ല? പേഷ്യന്റ് രജിസ്റ്ററും അതുപോലെ തന്നെ മെഡിക്കൽ റെക്കോർഡ്സും, അതിൽ നിന്ന് എവിഡൻസുകൾ നമ്മൾ സ്വീകരിച്ചു. പേഷ്യന്റ് രജിസ്റ്റർ അതുപോലെ തന്നെ മെഡിക്കൽ റെക്കോർഡ്സ്, ഇതിൽ നിന്നൊക്കെയാണ് നമ്മൾ എവിഡൻസ് സ്വീകരിക്കുന്നത്. എവിഡൻസ് എന്താണ്? നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ആ എവിഡൻസിനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോക്കിയത്. ഇനി നെക്സ്റ്റ് ആണ് ഇത് സ്റ്റേജസ് ഓഫ് മെഷറിംഗ് അല്ലെ. സ്റ്റേജ് 3 പറയുന്നത് മെഷറിംഗ് ലെവൽ ഓഫ് പെർഫോമൻസ്. എന്താണ്? 3 കാര്യങ്ങളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഹാൻഡ്ലിംഗ് ഡാറ്റ, പ്ലാനിംഗ് ഡാറ്റ കളക്ഷൻ, മെത്തേഡ് ഓഫ് കളക്ഷൻ. ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കിയാൽ മതി കേട്ടോ അത്. ഈ നെക്സ്റ്റ് ഫോർത്ത് സ്റ്റേജ് 4 തുടങ്ങിയാണ് നമുക്കിനി അഡ്വാൻസ് ആയിട്ട് നോക്കാനുള്ളത്. നമുക്ക് നോക്കാം. സ്റ്റേജ് 4 മേക്കിംഗ് ഇംപ്രൂവ്മെന്റ്. ഇംപ്രൂവ്മെന്റ് വരുത്തേണ്ട കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 2 പോയിന്റ് ആണ്. ഫസ്റ്റ് വൺ നോക്കാം. ഐഡന്റിഫൈ ബരിയേഴ്സ്. ബരിയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ബരിയർ എന്തായിരിക്കും? ബരിയർ എന്താ? ബരിയർ തടസ്സം അല്ലെ. തടസ്സം. ഓക്കെ, അപ്പൊ നമ്മള് തടസ്സം എന്താണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാം. ഫിയർ, അതുപോലെ തന്നെ ലാക്ക് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്, മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥ, അതുപോലെ പേടി, ലോ മൊറേൽ. ലോ മൊറേൽ എന്ന് പറഞ്ഞാല് ആത്മവീര്യം. ഒരു ചില കാര്യങ്ങളിൽ നെഗറ്റീവ് ഉണ്ടാവാം. അതുപോലെ തന്നെ പുവർ കമ്മ്യൂണിക്കേഷൻ കറക്റ്റ് അല്ലാത്തത് കൊണ്ട്. അപ്പൊ അതൊക്കെയാണ് ബരിയർ ആയിട്ട് പറയുന്നത്. നെക്സ്റ്റ് എന്താണ്? ചേഞ്ച് ബൈ റിമൂവ് ബരിയേഴ്സ്. ആ ബരിയേഴ്സിനെ നമ്മൾ ചേഞ്ച് ചെയ്യണം. ആ ബരിയേഴ്സിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് അത് റിമൂവ് ചെയ്യാനായിട്ടാണ് പറയുന്നത്. അത്തരം കാര്യങ്ങളാണ് മേക്കിംഗ് ഇംപ്രൂവ്മെന്റ്സിലുള്ളത്. പേടി ഉണ്ടാവാം. ബരിയർ എന്ന് പറയുന്നത് പേടി, ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ, ലാക്ക് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്, ലോ മൊറേൽ, ഇതൊക്കെയാണ് നമ്മൾ ബരിയർ ആയിട്ട് പറയുന്നത്. അതിനകത്ത് ആ ബരിയേഴ്സ് നമ്മൾ തടസ്സങ്ങളെ ഐഡന്റിഫൈ ചെയ്ത് റിമൂവ് ചെയ്ത് കളയാനായിട്ട് നോക്കണം. ഇനി നെക്സ്റ്റ് ആണ് സ്റ്റേജ് 5 സസ്റ്റെയിനിങ് ഇംപ്രൂവ്മെന്റ്. സസ്റ്റെയിനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിലനിർത്തുക. ഇംപ്രൂവ്മെന്റ് നൽകാൻ വേണ്ടിയിട്ട്, ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം? എന്തൊക്കെയാണ്? റീഇൻഫോഴ്സിങ് ഇംപ്രൂവ്മെന്റ്. ഒരു ഡാറ്റ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മെച്ചപ്പെടുത്താനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. ഇംപ്രൂവ്മെന്റ് അല്ലെ, ഇംപ്രൂവ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഒരു ഡാറ്റ കിട്ടിക്കഴിയുമ്പോൾ അത് ഇംപ്രൂവ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം.
ഇനി നെക്സ്റ്റ് എന്താണ് മോണിറ്ററിംഗ് ആൻഡ് ഇവാലുവേഷൻ. അത് ഒബ്സർവ് ചെയ്യാം അല്ലെ, ഒബ്സർവ് ചെയ്യാം, നിരീക്ഷിക്കാം, ആൻഡ് വിലയിരുത്താം. ഇവാലുവേറ്റ് എന്ന് പറഞ്ഞാൽ അത് വിലയിരുത്താം. അതിനുശേഷം എന്ത് ചെയ്യണം? റീ ഓഡിറ്റ് നടത്തേണ്ടത് അത്യാവശ്യമാണ്. വീണ്ടും റീ ഓഡിറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ ഒരു എക്സാം ഫോർ എക്സാമ്പിൾ പറയാം, ഒരു എക്സാമിന് നിങ്ങൾ ഫെയിൽ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫെയിൽ ആയിപ്പോയി, ഇനി എഴുതേണ്ട ആവശ്യമില്ല പറഞ്ഞിട്ട് നിങ്ങൾ നിൽക്കോ? എന്ത് ചെയ്യും? പിന്നെയും എന്ത് ചെയ്യും? നമ്മുടെ ഇപ്പോ HA-ലൊക്കെ എക്സാം ഇടുമ്പോ റീടെസ്റ്റ് ചെയ്യാറുണ്ട് അല്ലെ, റീടെസ്റ്റ് ഇടാറുണ്ട്. ഒരു എക്സാമിന് ചിലപ്പോൾ എഴുതാൻ പറ്റില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ചിലപ്പോൾ കുഞ്ഞുങ്ങൾക്ക് പനിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ആയതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് എഴുതാൻ പറ്റിയിട്ടുണ്ടാവില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അയ്യോ എഴുതാൻ പറ്റില്ലല്ലോ, ഇനി നമുക്ക് കോഴ്സ് നമുക്ക് കംപ്ലീറ്റ് ആക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നിൽക്കോ? ഇല്ല, എന്ത് ചെയ്യാറുണ്ട്? റീ എക്സാം നടത്തുമ്പോ റീ എക്സാം ചെയ്യാറുണ്ട് അല്ലെ, ചെയ്യാറുണ്ടോ? എക്സാം നമ്മൾ റീടെസ്റ്റ് ചെയ്യാറുണ്ടല്ലേ. അതുപോലെ തന്നെയാണ് നമ്മൾ റീ ഓഡിറ്റ് നടത്തുക. എന്തെങ്കിലും മെച്ചപ്പെടുത്താറുണ്ടെങ്കിൽ അത് നമ്മൾ മെച്ചപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്. ഇനി 6th സ്റ്റേജിൽ പറയുന്നത് എന്താണ്? റീ ഓഡിറ്റ്. ഏതൊക്കെ കാര്യങ്ങൾ നമ്മൾ ശേഖരിക്കേണ്ടതുണ്ട്? റീ ഓഡിറ്റിനായിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം? റിവ്യൂ എവിഡൻസ് നമ്മൾ എന്ത് ചെയ്യാം? റീ ഓഡിറ്റ് ചെയ്യാനായിട്ടുള്ള എവിഡൻസ് നമ്മൾ കളക്ട് ചെയ്യും. റിവ്യൂ എവിഡൻസ്. മെഷറിംഗ് ഇഫക്റ്റീവ്നെസ് എന്താണ്? അതിന് എത്രമാത്രം ഇഫക്റ്റീവ്നെസ് ഉണ്ട്, അല്ലെങ്കിൽ ഫലപ്രാപ്തി. ഇഫക്റ്റീവ്നെസ് മീൻസ് ഫലപ്രാപ്തി ഉണ്ടെന്നുള്ളത് നോക്കാം. എത്രമാത്രം റിസൾട്ട് ആ എവിഡൻസ് കളക്ട് ചെയ്യുമ്പോൾ അതിലൂടെ കിട്ടുന്നുണ്ട്, എത്രമാത്രം ഫലപ്രാപ്തി അതിനുണ്ട് എന്നുള്ളത് മെഷർ ചെയ്യുന്നു. ഇനി എന്താ? ഡിസൈഡ് ഹൗ ഓഫ്റ്റൻ ടു റീ ഓഡിറ്റ്. അതുപോലെ തന്നെ സോഴ്സുകൾ വെച്ചിട്ട് നമ്മൾ എവിഡൻസുകൾ കളക്ട് ചെയ്ത് എത്രമാത്രം അതിന് റിസൾട്ട് കിട്ടുന്നുണ്ട് എന്ന് നോക്കുന്നു. അതിലൂടെ നമുക്ക് എന്താണ്? റീ ഓഡിറ്റ് എത്രമാത്രം ഇനി റീ ഓഡിറ്റ് ചെയ്യേണ്ടതുണ്ട്, എത്രമാത്രം ഇനി ഇഫക്റ്റീവ്നെസ് ആക്കാനുള്ളതുണ്ട്, എത്രമാത്രം നമ്മൾ റീ ഓഡിറ്റ് ചെയ്യണം എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യാം. ഇനി എന്താ? ഓൺഗോയിങ് പ്രോസസ് മോണിറ്ററിങ്. എന്താണ് ഓൺഗോയിങ് പ്രോസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മളത് മോണിറ്റർ ചെയ്തുകൊണ്ടേയിരിക്കാം. ഇനി എന്തെങ്കിലും റിസൾട്ടിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടോ, അതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ, എന്തെങ്കിലും ചേഞ്ചസുകൾ ചെയ്യേണ്ടതുണ്ടോ എന്നുള്ളത് റീ ഓഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അത് മോണിറ്റർ ചെയ്ത് കഴിയുകയാണെങ്കിൽ നമുക്കത് ഐഡന്റിഫൈ ചെയ്യാനായിട്ടും അതിനകത്ത് ഇംപ്രൂവ് ചെയ്യാനായിട്ടും സാധിക്കുന്നുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് സ്റ്റേജസ് ഓഫ് ക്ലിനിക്കൽ ഓഡിറ്റിൽ വരുന്നത്. ഓക്കെ, നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? പ്രിപ്പയറിംഗ് ഫോർ ഓഡിറ്റ്, സെലക്ഷൻ ഓഫ് ക്രൈറ്റീരിയ, മെഷറിംഗ് ലെവൽ ഓഫ് പെർഫോമൻസ്. ഫോർത്ത് പോയിന്റ് എന്താ? ഫോർത്ത് സ്റ്റേജ് എന്താ? മേക്കിംഗ് ഇംപ്രൂവ്മെന്റ്സ്, സസ്റ്റെയിനിങ് ഇംപ്രൂവ്മെന്റ്സ്, റീ ഓഡിറ്റ് കേട്ടോ. ഓക്കെ, 6 സ്റ്റേജ് ഉണ്ടെന്നുള്ളത് ഓർത്ത് വെക്കുക. 6ാമത്തെ സ്റ്റേജ് എന്താണ്, അല്ലെങ്കിൽ 4th സ്റ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതേണ്ടതാണ്. കൃത്യമായിട്ട് ക്ലിനിക്കൽ ഓഡിറ്റിന്റെ സ്റ്റേജസ് പഠിച്ചു വെക്കണം. 6 എണ്ണമാണുള്ളത് എന്നുള്ളത് ഓർത്ത് വെക്കുക. അതുപോലെ അതിന്റെ ഈ ലൈൻ ബൈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കൃത്യമായിട്ട് പഠിച്ചു വെക്കാം. ചിലപ്പോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ് അല്ലെങ്കിൽ സെക്കൻഡ് സ്റ്റെപ്പ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതേണ്ടതാണ്. ഓക്കെ, അതുപോലെ ഡയഗ്രാം പഠിക്കാം. 3 ഡയഗ്രാം തന്നിട്ടുണ്ട്, അത് 3 പിക്ചറും കറക്റ്റ് ആയിട്ട് നോക്കി പഠിക്കാം. നെക്സ്റ്റ് ആണ് ടൈപ്സ് ഓഫ് ക്ലിനിക്കൽ ഓഡിറ്റ്. നമ്മളിവിടെ ടൈപ്സ് കണ്ടതാണ്. ഏത് ടൈപ്സ് ആണ് ക്ലിനിക്കൽ ഓഡിറ്റിന്റെ ടൈപ്സ്? ഓർക്കുന്നുണ്ടോ? ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചത്? ഓർമ്മയില്ല? 2 ടൈപ്സ് നമ്മൾ പഠിച്ചിരുന്നല്ലേ? ഏതാണ് 2 ടൈപ്സ്? കണ്ടിവിടെ ക്ലിനിക്കൽ ഓഡിറ്റിന്റെ ടൈപ്സ് കൺകറന്റ് ഓഡിറ്റ് ഉണ്ട്, റെട്രോസ്പെക്റ്റീവ് ഓഡിറ്റ് ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ അതിനകത്ത് കൂടി ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യങ്ങളാണ് കേട്ടോ. അതും പഠിക്കണം, അതുപോലെ തന്നെ ഇതും പഠിക്കണം കേട്ടോ. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ആ 2 കാര്യങ്ങളാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത്. കൺകറന്റ് ഓഡിറ്റും റെട്രോസ്പെക്റ്റീവ് ഓഡിറ്റും എന്താണെന്നുള്ളത് ചോദിക്കാറുണ്ട്. അതിനെ കൂടി ഇതും കൂടി ഒന്ന് ഉൾപ്പെടുത്തി നോക്കാം, പഠിക്കാം. ടൈപ്സ് ഓഫ് ക്ലിനിക്കൽ ഓഡിറ്റ് എന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഡിറ്റ് ഉണ്ട്, എക്സ്റേ റിവ്യൂ ഉണ്ട്, ഡിസീസ് ഓഡിറ്റ് ഉണ്ട്, ഒബ്സ്റ്ററ്റിക് ഓഡിറ്റ് ഉണ്ട്, അതുപോലെ ഒബ്സ്റ്ററ്റിക് കേസസ്,
ഇൻഫെക്ഷൻ കൺട്രോള്, നഴ്സിംഗ് ഓഡിറ്റ്, ഡെത്ത് ഓഡിറ്റ്. ഇനി ഓരോന്ന് നമുക്ക് വിശദീകരിച്ച് പഠിക്കാം. എന്താണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഡിറ്റ്? എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? എന്തായിരിക്കാം സ്റ്റാറ്റിസ്റ്റിക്സ്? എന്താണ്? ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ടത് അല്ലെ? സ്ഥിതി വിവര കണക്കുകൾ ഉൾപ്പെടുന്ന ഓഡിറ്റ് ആണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ. സ്ഥിതി വിവര കണക്കുകൾ ഉൾപ്പെടുന്ന ഓഡിറ്റ്. ഇനി എക്സ്റേ വ്യൂ. എക്സ്റേ വ്യൂ എന്ന് പറഞ്ഞാൽ എക്സ്റേ എടുക്കുന്ന സ്ഥലത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും ഇവാലുവേറ്റ് ചെയ്യുന്ന ഓഡിറ്റ് ആണ് എക്സ്റേ വ്യൂ എന്ന് പറയുന്നത്. എക്സ്റേ എടുക്കുന്ന സ്ഥലത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും, റേഡിയോളജി അല്ലെ, എക്സ്റേ എടുക്കുന്ന സ്ഥലത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു ഓഡിറ്റ് ആണ് ഇത് എക്സ്റേ വ്യൂ എന്ന് പറയുന്നത്. ഇനി എന്താ ഡിസീസ് ഓഡിറ്റ്? ഡിസീസ് ഓഡിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ രോഗങ്ങളാണ് പേഷ്യൻസിന് വന്നിരിക്കുന്നത്, എന്തൊക്കെ ഡിസീസസ് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് അതിനകത്ത് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഡിസീസ് ഓഡിറ്റ് എന്ന് പറഞ്ഞാല് പേഷ്യൻസിന് എന്തൊക്കെ രോഗങ്ങൾ വന്നിട്ടുണ്ട്, എന്തൊക്കെ രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിന്റെ എല്ലാ ഡോക്യുമെന്റ്സും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ആ ഡിസീസ് ഓഡിറ്റിൽ ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, നമ്മൾ പറഞ്ഞത് സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഡിറ്റ് പറഞ്ഞു, എക്സ്റേ വ്യൂ പറഞ്ഞു, ഡിസീസ് ഓഡിറ്റ് പറഞ്ഞു. 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി നെക്സ്റ്റ് ആണ് ഒബ്സ്ട്രെറ്റിക്സ് ഓഡിറ്റ് കേസസ്. ഓക്കെ, അതെന്താണ് ഒബ്സ്ട്രെറ്റിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? ഒബ്സ്ട്രെറ്റിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? പ്രസവാനന്തര ഗൈനക്കോളജിയുമായിട്ട് ബന്ധപ്പെട്ടത് അല്ലെ. അപ്പൊ ഗൈനക്കോളജി വിഭാഗത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും ഈ ഓഡിറ്റ് ആണ്, അല്ലെങ്കിൽ ഈ ഓഡിറ്റിലാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഗൈനക്കോളജി വിഭാഗത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും ഈ ഇതിലാണ്, ഈ ഓഡിറ്റിലാണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി എന്താ ഇൻഫെക്ഷൻ കൺട്രോൾ? ഇൻഫെക്ഷൻ കൺട്രോൾ എന്ന് പറഞ്ഞാല് എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യാനായിട്ട് അവർ ചെയ്തിരിക്കുന്നത്, അതിന്റെ ഒരു ഫൈനൽ ഇവാലുവേഷൻ ആണ് ഇൻഫെക്ഷൻ കൺട്രോൾ ഓഡിറ്റ് വരുന്നത്. ഓക്കെ, ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അതിന്റെ ഒരു ഫൈനൽ ആയിട്ടുള്ള ഒരു ഇവാലുവേഷൻ, അതാണ് ഇൻഫെക്ഷൻ കൺട്രോൾ ഓഡിറ്റ് വരുന്നത്. ഇനി നഴ്സിംഗ് ഓഡിറ്റ്. നഴ്സിംഗ് ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നഴ്സിംഗ് കെയറുമായിട്ട് ബന്ധപ്പെട്ട ഓഡിറ്റ് ആണ് നഴ്സിംഗ് ഓഡിറ്റ് എന്ന് പറയുന്നത്. നഴ്സിംഗ് കെയറുമായിട്ട് ബന്ധപ്പെട്ട ഓഡിറ്റ്. ഇനി ലാസ്റ്റ് വൺ ആണ് ഡെത്ത് ഓഡിറ്റ്. ഡെത്ത് ഓഡിറ്റ് എന്ന് പറഞ്ഞാല് ഒരു ഹോസ്പിറ്റലില് മരിച്ച രോഗികള് അല്ലെങ്കിൽ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് രോഗികൾ മരിച്ചിരിക്കുന്നത്, അതിന്റെ ഒരു ഫൈനൽ ഇവാലുവേഷൻ ആണ് ഈ ഓഡിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഏതൊക്കെ രോഗികൾ മരിച്ചു, എന്തൊക്കെ രോഗങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് രോഗികൾ മരിച്ചിരിക്കുന്നത്, അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഇൻഫർമേഷൻസും ഡെത്ത് ഓഡിറ്റിൽ ഉണ്ടാവുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് ടൈപ്സിൽ വരുന്നത്. സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഡിറ്റ്, എക്സ്റേ വ്യൂ, ഡിസീസ് ഓഡിറ്റ്, ഒബ്സ്ട്രെറ്റിക് കേസസ്, ഇൻഫെക്ഷൻ കൺട്രോള്, നഴ്സിംഗ് ഓഡിറ്റ്, ഡെത്ത് ഓഡിറ്റ്. ഓക്കെ, ഇത്ര പേരെ ഒന്ന് വായിച്ചു നോക്കിയേ. 6 സ്റ്റേജസും അതുപോലെ തന്നെ ടൈപ്സും ഒന്ന് വായിക്കാം കേട്ടോ. കൺകറന്റ് ഓഡിറ്റ് അല്ല, ക്ലിനിക്കൽ ഓഡിറ്റിൽ ഉൾപ്പെടുന്നതാണ്.
Okay, vaccine. Okay. ഇനി നെക്സ്റ്റ് ആണ് റോൾ ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഇൻ ഓഡിറ്റ്. നമ്മള് ഏതൊരു ചാപ്റ്റർ ഞാൻ നമ്മൾ വിചാരിക്കുന്നത് ഏതൊരു ചാപ്റ്റർ പഠിച്ചു കഴിയുമ്പോഴും അതിൽ ലാസ്റ്റ് എന്താണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് ബി എൻഷുർ, അല്ലെങ്കിൽ അവരുടെ റോൾ എന്താണ് എന്നുള്ളത് നമുക്ക് പഠിക്കാനുണ്ടാവും അല്ലെ. അതുപോലെ തന്നെയാണ് ഓഡിറ്റിലും ചാപ്റ്റർ ലാസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ റോള്. അവരെ എൻഷുർ ചെയ്യേണ്ട, ഉറപ്പുവരുത്തേണ്ട കുറച്ച് കാര്യങ്ങളാണ് പോയിന്റ് വൈസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. നോക്കാം. To facilitate and provide a good working environment. എന്ത് ചെയ്യണം? അവിടെയുള്ള ഓരോ എംപ്ലോയീസിനും എന്ത് ചെയ്യാം? ഒരു നല്ലൊരു good working environment പ്രൊവൈഡ് ചെയ്യാം. To provide facilities, resources and smooth supply. എന്താണ്? റിസോഴ്സുകൾ, ഫെസിലിറ്റീസുകൾ, എല്ലാത്തരം പ്രവർത്തനങ്ങൾക്കും നടത്തുന്നതിന് വേണ്ടതായിട്ടുള്ള എല്ലാത്തരം റിസോഴ്സുകള്, മെറ്റീരിയൽസുകള് ഒക്കെ നല്ല രീതിയിൽ സപ്ലൈ ചെയ്ത് കൊടുക്കാം. To motivate to enable the medical care providers to work enthusiastically. ഇവിടെ പറയുന്നത് ഈ എന്താണ് മെഡിക്കൽ കെയർ പ്രൊവൈഡേഴ്സ് അല്ലെ, ഹെൽത്ത് കെയർ വർക്കേഴ്സിന് അവരെ മോട്ടിവേറ്റ് ചെയ്യാം. അവര് മോട്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളായാലും ഒരു കമ്പനിയിൽ ജോലി ചെയ്യുമ്പോൾ നമ്മളെ ഒപ്പം കൂടെ നിന്നുകൊണ്ട് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ ആളുകൾ ഉണ്ടെങ്കിൽ നമുക്കൊരു സന്തോഷമായിരിക്കും അല്ലെ, നമുക്കൊരു ധൈര്യം കിട്ടും എന്ത് വർക്കും നല്ല രീതിയിൽ ചെയ്യാനായിട്ട്. അതുപോലെ തന്നെയാണ് ഈ മെഡിക്കൽ കെയർ പ്രൊവൈഡേഴ്സിന് അവരെ മോട്ടിവേറ്റ് ചെയ്യുമ്പോൾ അവരുടെ വർക്ക് നല്ല രീതിയിൽ ഉത്സാഹത്തോടെ ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. അവരെ മോട്ടിവേഷൻ കൊടുക്കുക. ഇനി എന്താ? To attend the patient complaint grievances by grievances redressal committee. ഈ grievances redressal committee എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ കമ്മിറ്റിയിലാണ് പരാതികള് പേഷ്യൻസിന് എന്തെങ്കിലും കംപ്ലൈന്റ്സുകളൊക്കെ ഉണ്ടെങ്കിൽ പരിഹരിക്കുന്നത്. grievances redressal committeeയുടെ മുൻപിൽ നമുക്ക് എന്ത് ചെയ്യണം? തർക്കങ്ങൾ അതൊക്കെ ഉണ്ടെങ്കിൽ, ആ കംപ്ലൈന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മള് അവിടെ പ്രസന്റ് ചെയ്ത് അത് ഒത്തുതീർപ്പാക്കാനായിട്ട് സഹായിക്കുക. To edit and monitor media coverage on press notes. ഇനി നമ്മുടെ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട ഹോസ്പിറ്റലിനെ കുറിച്ച് എന്തെങ്കിലും വ്യാജ വാർത്തകളൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലെ. ഇങ്ങനെ വ്യാജ വാർത്തകൾക്കൊക്കെ നമ്മള് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രസ് മീറ്റ്സ് ഒക്കെ വെക്കാറുണ്ട് ഇല്ലേ? വെക്കാറുണ്ടോ? മന്ത്രിമാരും അവരുടെയൊക്കെ ഇങ്ങനെ പ്രസ് മീറ്റ്സ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള വ്യാജ വാർത്തകൾ നമ്മുടെ ഹോസ്പിറ്റലിനായിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ സത്യാവസ്ഥ കണ്ടുപിടിക്കാനായിട്ട് അല്ലെങ്കിൽ അറിയിക്കാൻ വേണ്ടിയിട്ട് ഇവരെന്ത് ചെയ്യുമ്പോൾ പ്രസ് മീറ്റ്സുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഇനി എന്താ? patient satisfaction survey to reveal the gray areas. Gray areas എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചാര നിറത്തിലുള്ള പ്രദേശങ്ങൾ എന്നാണ് അതിന്റെ മീനിങ് ആയിട്ട് പറയുന്നത്. patient satisfaction survey to reveal the gray areas. ചാര നിറത്തിലുള്ള പ്രദേശങ്ങൾ. അപ്പൊ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ കൂട്ടുന്നതിന് വേണ്ടിയിട്ട് പേഷ്യൻസിന്റെ അൺഫേവറബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ കുറച്ചുകൊണ്ട് ഫേവറബിൾ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ശ്രദ്ധ കൊടുക്കണം. ഓക്കെ, പേഷ്യൻസിന് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഏത് കാര്യങ്ങളാണോ അതിൽ കൂടുതൽ ശ്രദ്ധ കൊടുത്ത് അവരുടെ ഡിസാറ്റിസ്ഫാക്ഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ കുറച്ചുകൊണ്ട് ആ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് ഫേവറബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുക. പിന്നെ എന്താ? To conduct exit interview and make changes as suggested. അപ്പോ ഈ എക്സിറ്റ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എക്സിറ്റ് ഇന്റർവ്യൂ ആർക്കെങ്കിലും എന്തെങ്കിലും ഐഡിയ ഉണ്ട്? എക്സിറ്റ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ ഇല്ല. എക്സിറ്റ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
എന്തായിരിക്കാം എക്സിറ്റ് ഇന്റർവ്യൂ? ഇല്ല. ഓക്കെ, ഇപ്പോ അല്ല ഓക്കെ, ഞാൻ പറയാം. റിസൈൻ ചെയ്ത് കഴിയുമ്പോ റിസൈൻ ചെയ്യാൻ നിൽക്കുന്ന സ്റ്റാഫുകൾ ഉണ്ടാവുമല്ലോ. ഓക്കെ, റിസൈൻ ചെയ്യാൻ നിൽക്കുന്ന സ്റ്റാഫുകൾ ഉണ്ടാവും അല്ലെ. ചിലപ്പോ പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം റിസൈൻ ചെയ്യുന്നത്. അവര് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടായിരിക്കാം ഗസ് ചെയ്യാൻ പറ്റും? റിസൈൻ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് റിസൈൻ ചെയ്യാൻ പോകുന്നു എന്ന് പറയുമ്പോ അവർക്ക് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടായിരിക്കാം അവര് റിസൈൻ ചെയ്യുന്നത്? എന്തെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? എന്തൊക്കെ റീസൺസ് ആവാം റിസൈൻ ചെയ്യാനായിട്ട്? സാലറി കുറവായിരിക്കാം. പിന്നെ ഉണ്ടാവുമല്ലോ വർക്ക് സ്ട്രെസ്. വെരി ഗുഡ്. ഫെസിലിറ്റി, ഓക്കെ, ടൈമിംഗ്, പ്രഷർ അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടായിരിക്കാം അവർ റിസൈൻ ചെയ്യുന്നത് അല്ലെ. വർക്കിംഗ് എൻവയോൺമെന്റ് നല്ലതല്ലാത്തത് കൊണ്ടല്ലേ. വെരി ഗുഡ്. അതുപോലെ തന്നെ പ്രമോഷൻ, സാലറി, അതർ എലവൻസസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടായിരിക്കാം അവര് റിസൈൻ ചെയ്യുന്നത്. അപ്പോ ഇങ്ങനെ എക്സിറ്റ് ആയിട്ട് പോകാനായിട്ട് പോകുന്ന എംപ്ലോയീസിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അവരുമായിട്ടൊരു കൂടിക്കാഴ്ച നടത്തും. ഓക്കെ, റിസൈൻ ചെയ്യാൻ നിൽക്കുന്ന സ്റ്റാഫുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കൂടിക്കാഴ്ച നടത്തും. അതിനെയാണ് നമ്മൾ എക്സിറ്റ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. അപ്പൊ അവരോട് പറയും, അവരെ നമ്മളുടെ ഹോസ്പിറ്റലിൽ നിലനിർത്താൻ വേണ്ടിയിട്ട് അവരൊരു എന്താണ്, അവരുമായിട്ടൊരു രമ്യതയിൽ പെടും അല്ലെ. അവരെന്ത് ചെയ്യും, അവരെന്താണ് കാരണം, അവർ റിസൈൻ ചെയ്യാൻ പോകുന്നതിന് കാരണം എന്താണെന്നുള്ളത് മനസ്സിലാക്കാം. ചിലപ്പോ സാലറി ആയിരിക്കാം, ഇപ്പൊ സാലറി കൂട്ടിത്തരാന്ന് പറയും. ചിലപ്പോ പ്രമോഷൻ ആയിരിക്കാം, പ്രമോഷൻ ചെയ്യാന്ന് പറയും അല്ലെ. അല്ലെങ്കിൽ ട്രാൻസ്ഫർ, നല്ലൊരു വർക്കിംഗ് എൻവയോൺമെന്റ് ഇല്ലാത്തത് കൊണ്ടായിരിക്കാം. അങ്ങനെയുള്ള കാരണങ്ങൾ കണ്ടെത്തിക്കൊണ്ട് അത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അത് സോൾവ് ചെയ്ത് കൊടുക്കാനായിട്ടും അതുപോലെ തന്നെ ആ റിസൈൻ ചെയ്യാൻ പോകുന്ന സ്റ്റാഫുകളെ അവിടെ തന്നെ പിടിച്ചു നിൽക്കാനായിട്ടും സഹായിക്കുന്നുണ്ട്. അതാണ് എക്സിറ്റ് ഇന്റർവ്യൂ. റിസൈൻ ചെയ്യാൻ നിൽക്കുന്ന സ്റ്റാഫുമായിട്ടൊരു കൂടിക്കാഴ്ച നടത്തി അവർക്ക് എന്താണ് വേണ്ടത്, ഈ ഹോസ്പിറ്റലിൽ നിന്ന് പോകാനായിട്ട് അവർക്ക് എന്ത് വേണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവർക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നതാണ് എക്സിറ്റ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങള് ചെയ്തു കൊടുക്കാം. ടു ഫ്രെയിം ക്ലിയർ കട്ട് ഒബ്ജക്റ്റീവ് ആൻഡ് പോളിസീസ്. അതുപോലെ തന്നെ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് കൊടുക്കണം, ഈ പോളിസീസും ഒബ്ജക്റ്റീവ്സ് ഒക്കെ രൂപപ്പെടുത്താനായിട്ട് ആരാണ് ചെയ്യുന്നത്? അഡ്മിനിസ്ട്രേഷൻ ഏരിയ ആണ്. ഇത്തരം കാര്യങ്ങളാണ് അഡ്മിനിസ്ട്രേഷൻ ഏരിയ അതിന്റെ റോള് അല്ലെങ്കിൽ അതിന്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് കേട്ടോ. നല്ലൊരു വർക്കിംഗ് എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യാം. അതുപോലെ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ നടത്താൻ വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ്, റിസോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യാം. വർക്കേഴ്സിന് അല്ലെ, അവിടെ വർക്ക് ചെയ്യുന്ന മെഡിക്കൽ കെയർ പ്രൊവൈഡേഴ്സിന് നല്ലൊരു മോട്ടിവേഷൻ പ്രൊവൈഡ് ചെയ്യാം. അതുപോലെ തന്നെ പരാതികൾ, പേഷ്യൻസിന് പരാതികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഗ്രീവൻസ് റെഡ്രസൽ കമ്മിറ്റിയുമായിട്ട് ചേർന്ന് അത് പ്രസന്റ് ചെയ്ത് സോൾവ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഹോസ്പിറ്റലിൽ എന്തെങ്കിലും വ്യാജ വാർത്തകൾ വന്നിട്ടുണ്ടെങ്കിൽ പ്രസ് മീറ്റ്സുകൾ വെച്ച് സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാം. അതുപോലെ തന്നെ എന്താണ്, പേഷ്യൻസിന് ഫേവറബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, അൺഫേവറബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ കുറച്ചുകൊണ്ട് ഫേവറബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കാം. എക്സിറ്റ് ഇന്റർവ്യൂ സൈൻ ചെയ്ത് പോകാൻ നിൽക്കുന്ന സ്റ്റാഫുകൾക്ക് അവരുമായിട്ട് കൂടി ചേർന്ന് ഒരു എക്സിറ്റ് ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്തിട്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അതുപോലെ തന്നെ പോളിസീസും ഒബ്ജക്റ്റീവ്സും ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് പോളിസീസും പ്രൊസീജിയേഴ്സും പ്രിപ്പയർ ചെയ്യുന്നത് ആരാണ്? ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഏരിയ ആണ്. ഇത്തരം കാര്യങ്ങളാണ് അഡ്മിനിസ്ട്രേഷൻ ഏരിയയുടെ റോളായിട്ട് പറയുന്നത്. ഇനി നെക്സ്റ്റ് ആണ് അഡ്വാൻറ്റേജസ് ഓഫ് ക്ലിനിക്കൽ ഓഡിറ്റ്. ഓക്കെ, അഡ്വാൻറ്റേജസ് ഓഫ് ക്ലിനിക്കൽ ഓഡിറ്റ്. എഡ്യൂക്കേഷണൽ ആക്ടിവിറ്റി. എഡ്യൂക്കേഷണൽ ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ഓഡിറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ അവിടെ വന്നിരിക്കുന്ന പേഷ്യൻസിനെയും സ്റ്റാഫിനെയൊക്കെ ധാരാളം കാര്യങ്ങൾ അവരുടെയൊക്കെ കയ്യിൽ നിന്ന് ധാരാളം ഇൻഫർമേഷൻസ് നമുക്ക് അറിയാനായിട്ട് പറ്റും അല്ലെ. അപ്പൊ എന്താണ്, നമുക്ക് കുറെ കാര്യങ്ങൾ നമ്മൾ പഠിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഒരു എഡ്യൂക്കേഷണൽ ആക്ടിവിറ്റി ആയിട്ട് പറയുന്നത്.
ക്ലിനിക്കൽ ഓഡിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറെ കാര്യങ്ങൾ പേഷ്യൻസിന്റെ കയ്യിൽ നിന്നും ആയാലും അതുപോലെ തന്നെ സ്റ്റാഫുകളുടെ കയ്യിൽ നിന്നായാലും കുറെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്, പഠിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്, അറിയാൻ പറ്റുന്നുണ്ട്. പ്രമോട്ട് അണ്ടർസ്റ്റാൻഡിങ്, എന്താണ് ഫിനാൻഷ്യൽ ഫങ്ഷൻസ്, നോൺ ഫിനാൻഷ്യൽ ഫങ്ഷൻസ് ഒക്കെ നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെന്താ റിസോഴ്സസ് ഇഫക്റ്റീവ്, ഓക്കെ, എന്താണ് വിഭവങ്ങളെ ഫലപ്രദമായിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് അല്ലെ. ഓഡിറ്റിൽ നമുക്ക് പേഷ്യന്റ് രജിസ്റ്റർ ആയാലും മെഡിക്കൽ റെക്കോർഡ്സ് ആയാലും അതൊക്കെ ഇഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ട് ഓഡിറ്റ് നടത്താനായിട്ട് സാധിക്കുന്നുണ്ട്. റേസ് സ്റ്റാൻഡേർഡ്സ്, എന്താണ് സ്റ്റാൻഡേർഡ്സ് ചെയ്യുന്നുണ്ട് അല്ലെ. നല്ല രീതിയിൽ സമൂഹത്തിന്റെ ഇടയിൽ എത്ര പെർസെന്റേജ് ശതമാനം വെച്ചിട്ടുണ്ടാവും ആ ഇതിലോട്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ എത്തുന്നുണ്ടോ എന്ന് കൂടി ചെക്ക് ചെയ്യുന്നതാണ് ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട ഓഡിറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സമൂഹത്തിന്റെ ഇടയിൽ നമ്മുടെ സ്റ്റാൻഡേർഡ്സ് ഉയർന്നു നിലനിൽക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ് എവിടെയെങ്കിലും വരുത്തേണ്ടതായിട്ടുണ്ടെങ്കിൽ ഓഡിറ്റ് നടത്തുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. അത് നമുക്ക് നെക്സ്റ്റ് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി പ്രമോട്ട് ചേഞ്ചസ്, അത് തന്നെയാണ് എന്തെങ്കിലും ചേഞ്ചസ് ഓഡിറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്തെങ്കിലും പോരായ്മകൾ എവിടെയെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അതിന് മാറ്റം വരുത്തി നമുക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സഹായിക്കുന്നുണ്ട്. സോഴ്സസ് ഓഫ് ഇൻഫോർമേഷൻ, എന്താണ് ഓഡിറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇൻഫർമേഷൻസ് ആവശ്യമാണ് അല്ലെ. അതുപോലെ തന്നെ ധാരാളം കാര്യങ്ങൾ നമുക്ക് അറിയാൻ പഠിക്കേണ്ടതായിട്ട് വരും. ഡോക്യുമെന്റ്സ്, പല രേഖകള്, പേഷ്യന്റ് രജിസ്റ്റർ, ഇതൊക്കെ നമുക്ക് വായിച്ച് പഠിച്ച് മനസ്സിലാക്കിയിട്ട് നമുക്ക് ഓഡിറ്റ് ചെയ്യേണ്ടതായിട്ട് പല കാര്യങ്ങളും നമുക്ക് പഠിക്കേണ്ടതായിട്ട് കുറെ ഇൻഫർമേഷൻസ് നമുക്ക് അതിൽ നിന്ന് ലഭിക്കാനായിട്ട് ഇടവരുന്നുണ്ട്. ഇനി എന്താ പിയർ ലെഡ് ആൻഡ് പിയർ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാല് ഒരുമിച്ച് പ്രവർത്തിക്കുക, ഒരുമിച്ച് മനസ്സിലാക്കുക. എന്താണ് ഓഡിറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ എല്ലാവരും കൂടിയാണ്, അല്ലാണ്ട് ഒരാൾ മാത്രമല്ല പ്രിപ്പയർ ചെയ്യുന്നത്. എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് എല്ലാവരും കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ഒരു കൂട്ടായ പ്രവർത്തനമാണ് ഹോസ്പിറ്റലുകളിലെ ഓഡിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവരും കൂടാതെ നമുക്ക് പ്രവർത്തനങ്ങൾ, എല്ലാവരും കൂടെ പ്രവർത്തനങ്ങളിലൂടെയാണ് എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് ഓരോരുത്തരുടെ കോർഡിനേഷൻ കൂട്ടായ പ്രവർത്തനമാണ്. അതുപോലെ തന്നെ ഒരുമിച്ച് നിന്നുകൊണ്ട് ഒരുമിച്ചിട്ടുള്ള ഒരു പ്രവർത്തനത്തെയാണ് നമ്മൾ ഹോസ്പിറ്റലിലെ ഓഡിറ്റ് എന്ന് പറയുന്നത്. പേഷ്യന്റ് രജിസ്റ്റർ ആവാം, അതുപോലെ തന്നെ ഏത് ഡോക്ടേഴ്സ്, നഴ്സുമാര് എല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് എല്ലാവരുടെയും കോർഡിനേഷൻ അത്യാവശ്യമാണ് ഓഡിറ്റിന്. ഇൻവോൾവ്സ് ദ പേഷ്യൻസ്, ഒരു പേഷ്യൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണ് അല്ലെ. ഒരു ഹോസ്പിറ്റലിൽ നമ്മള് ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണ്. അതുപോലെ തന്നെ ഓഡിറ്റ് നടത്തുമ്പോഴും ആ പേഷ്യൻസിന്റെ സഹായം അത്യാവശ്യമാണ്. അവരിൽ നിന്ന് ഡാറ്റകൾ കളക്ട് ചെയ്യാം, അവരുടെ പേഷ്യന്റ് രജിസ്റ്റർ ആയാലും മെഡിക്കൽ റെക്കോർഡ്സ് ആയാലും കളക്ട് ചെയ്തുകൊണ്ട് അതിൽ നിന്നൊക്കെ ഇൻഫർമേഷൻസ് എടുത്തുകൊണ്ടാണ് ഓരോ ഓഡിറ്റും നടത്തുന്നത്. അതുകൊണ്ട് പേഷ്യന്റ് എന്ന് പറഞ്ഞാൽ ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണ് എന്ന് പറയാൻ പറ്റും. ഇത്തരം കാര്യങ്ങളാണ് അഡ്വാൻറ്റേജസ് ഓഫ് ക്ലിനിക്കൽ ഓഡിറ്റിൽ പറയുന്നത്. ഓക്കെ, എഡ്യൂക്കേഷണൽ ആക്ടിവിറ്റി, പ്രമോട്ട് അണ്ടർസ്റ്റാൻഡിങ്, റിസോഴ്സ് എഫക്റ്റീവ്നെസ്, റൈസ് സ്റ്റാൻഡേർഡ്സ്, പ്രമോട്ട് ചേഞ്ച്, sources of information, peer-led and peer understanding, involves the patient. Okay, വായിച്ചു നോക്കിയേ രണ്ട് കാര്യങ്ങൾ, റോൾ ആൻഡ് അഡ്വാൻറ്റേജസ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ.
Okay, next problems in medical record. Problems in medical record. Lack of organized medical records. ഇതാണ് കറക്റ്റ് ആയിട്ടല്ലേ ഓർഗനൈസ്ഡ് എന്ന് പറഞ്ഞാൽ ക്രമപ്പെടുത്തുക കറക്റ്റ് ആയിട്ട് മെഡിക്കൽ റെക്കോർഡ് ക്രമപ്പെടുത്താത്തത് എന്താണ് അതൊക്കെ ഒരു പ്രോബ്ലംസ് ആയിട്ടാണ് പറയുന്നത്. കറക്റ്റ് ആയിട്ട് മെഡിക്കൽ റെക്കോർഡ് ക്രമപ്പെടുത്തിയില്ല അല്ലെങ്കിൽ ഓർഗനൈസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇൻഫർമേഷൻസ് ഓഡിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിൽ നിന്ന് കൃത്യമായിട്ട് ലഭിക്കില്ലല്ലേ. അതുകൊണ്ടാണ് കറക്റ്റ് ആയിട്ട് മെഡിക്കൽ റെക്കോർഡ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻഫർമേഷൻസ് അതിൽ നിന്ന് ലഭിക്കുന്നില്ല. അതൊരു പ്രോബ്ലമാണ്. ഇൻകംപ്ലീറ്റ് റെക്കോർഡ്, പുവർ ക്വാളിറ്റി മെയിൻ്റെനൻസ്. എന്താണ് കംപ്ലീറ്റ് ആക്കാത്ത ഒരു റെക്കോർഡ് ആണെങ്കിൽ അല്ലെങ്കിൽ എന്താ താഴ്ന്ന നിലവാരത്തിൽ സൂക്ഷിക്കുന്ന റെക്കോർഡ്സ് ഒക്കെ ആണെങ്കിൽ എന്താണ് നമുക്കതിൽ നിന്ന് ഇൻഫർമേഷൻസ് കിട്ടാനായിട്ട് വലിയ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതും പ്രോബ്ലം ആയിട്ടാണ് പറയുന്നത്. ഫിയർ ഓഫ് ആക്ഷൻ ആൻഡ് ലാക്ക് ഓഫ് ഇൻഫോ മോട്ടിവേഷൻ ഓഫ് മെഡിക്കൽ സ്റ്റാഫ്. ഈ മെഡിക്കൽ സ്റ്റാഫുകൾക്ക് കറക്റ്റ് ആയിട്ട് നമ്മുടെ മോട്ടിവേഷൻ കൊടുക്കാത്തതൊക്കെ എന്താണ് മെഡിക്കൽ ഓഡിറ്റ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് കൃത്യമായിട്ട് നമ്മൾ ഈ മെഡിക്കൽ സ്റ്റാഫുകൾക്ക് കൃത്യമായിട്ടുള്ള മോട്ടിവേഷനുകളൊക്കെ കൊടുക്കണം. പക്ഷെ അത് ചെയ്യാത്തത് കൊണ്ട് തന്നെ അവിടെ എന്താണ് ചിലപ്പോൾ കറക്റ്റ് ആയിട്ടൊന്നും ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ കറക്റ്റ് ആയിട്ട് ഇൻഫർമേഷൻസ് നമുക്ക് ഓഡിറ്റ് ചെയ്യുമ്പോൾ കിട്ടില്ല. അതുകൊണ്ടാണ് അവർക്ക് കൃത്യമായിട്ടുള്ള മോട്ടിവേഷനുകൾ കൊടുത്ത് നല്ല രീതിയിൽ അവർ കോൺഫിഡൻസ് ആവും. ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് അവർക്ക് ഉത്സാഹം ഉണ്ടാവും അല്ലെ. നമ്മൾ പഠിച്ചിരുന്നു അഡ്മിനിസ്ട്രേഷന്റെ റോളിൽ കൃത്യമായിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്താണ് കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് അവർക്ക് കിട്ടില്ല. ഇഗ്നോറൻസ് ഓഫ് വാല്യൂ ഓഫ് മെഡിക്കൽ ഓഡിറ്റ് ബൈ ഹോസ്പിറ്റൽ. ഇനി അതുപോലെ തന്നെ ഈ മെഡിക്കൽ ഓഡിറ്റിനെ കുറിച്ചുള്ള ഹോസ്പിറ്റലിന് അറിവുണ്ടാവാത്തത്. മെഡിക്കൽ ഓഡിറ്റ് നമ്മൾ തയ്യാറാക്കേണ്ടതുണ്ട്. അപ്പൊ അതിന്റെ ആ വാല്യൂ അതിന്റെ ആ മൂല്യത്തെ കുറിച്ച് അറിയാത്തത് ഓരോ ഹോസ്പിറ്റലും ചില ഹോസ്പിറ്റലുകളൊക്കെ അറിയാനായിട്ട് പാടില്ല. അപ്പൊ അതിന്റെ ഒരു വാല്യൂ അറിയാത്തത് കൊണ്ട് തന്നെ എന്താണ് അവർ കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഇടവരില്ല. അപ്പൊ ഓഡിറ്റിംഗ് നടത്താനായിട്ടുള്ള ഇൻഫർമേഷൻസ് കിട്ടാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അതും ഒരു പ്രോബ്ലം ആയിട്ടാണ് പറയുന്നത്. സപ്രഷൻ ഓഫ് ഫാക്ട്സ് ആൻഡ് റോങ് റിപ്പോർട്ടിംഗ്. ഇപ്പോ സപ്രഷൻ പഠിച്ചു നിർത്തുക. അതുപോലെ തന്നെ ഫാക്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വസ്തുത കേട്ടോ, വസ്തുത. അപ്പൊ ഇപ്പൊ ശരിയായ കാര്യം ഇതില് അതിന്റെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയായ കാര്യം ഒഴിവാക്കുകയും തെറ്റായ കാര്യം കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നത്. ചിലവരുണ്ടാവും ചില നല്ല ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ വേണ്ട ഇൻഫർമേഷൻസ് അതിൽ റെക്കോർഡ് ചെയ്യാതെ വേണ്ടാത്ത കുറെ കാര്യങ്ങൾ അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ടാവും. ഇനി എന്തെങ്കിലും ഇപ്പൊ എഴുതുകയാണെങ്കിലോ അല്ലെങ്കിൽ ഇപ്പൊ എക്സാമിന് പറയാം, എക്സാമിന് എന്തെങ്കിലും പോയിന്റ്സ് കൃത്യമായിട്ടുള്ള പോയിന്റ്സ് എഴുതാതെ നമുക്ക് ചിലപ്പോ കൃത്യമായിട്ടുള്ള ആൻസർ ഒന്നും കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ടാവില്ല. അപ്പൊ എന്താണ് വായ തോന്നിയത് പോലെയുള്ള ആൻസേഴ്സ് ഒക്കെ എഴുതാറുണ്ട് നമ്മൾ എക്സാമിന്. ഇല്ലേ, കൃത്യമായിട്ടുള്ള പോയിന്റ് ഉണ്ടെങ്കിൽ നമുക്ക് മാർക്ക് കിട്ടുള്ളൂ. അപ്പൊ അതാണ് പറയുന്നത്, കൃത്യമായിട്ടുള്ള പോയിന്റുകൾ എഴുതാതെ എന്താ വേണ്ടാത്ത കുറെ ഇൻഫർമേഷൻസ് ചിലപ്പോൾ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവാം. അതും എന്താണ് നമുക്ക് കറക്റ്റ് ആയിട്ട് ഓഡിറ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കാം. അപ്പൊ അതാണ് അതും പ്രോബ്ലംസ് ആയിട്ട് പറയുന്നത്. അപ്പൊ 5 കാര്യങ്ങളാണ് പറഞ്ഞത്. ലാക്ക് ഓഫ് ഓർഗനൈസ്ഡ് മെഡിക്കൽ റെക്കോർഡ്സ്, ഇൻകംപ്ലീറ്റ് റെക്കോർഡ്, ഓവർ ക്വാളിറ്റി മെയിൻ്റനൻസ്, ഫിയർ ഓഫ് ആക്ഷൻസ് ആൻഡ് ലാക്ക് ഓഫ് motivation of a medical staff, ignorance of value of a medical auditor by hospital, suppression of the facts, wrong reporting. ഇത്രയും കാര്യങ്ങളാണ് മെഡിക്കൽ ഓഡിറ്റിന്റെ പ്രോബ്ലംസ് ആയിട്ട് പറയുന്നത്. ഇനി ചെറിയൊരു പോർഷൻ കൂടിയുള്ളൂ, ഇതോടുകൂടി നമ്മുടെ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് നോക്കാം, കണ്ടന്റ്സ് ഓഫ് ഓഡിറ്റ് റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ അതിൽ കണ്ടന്റ്സ് ആയിട്ട് വരുന്നത്. ഫസ്റ്റ് വൺ ഇതാണ് ബാക്ക്ഗ്രൗണ്ട്. അതുപോലെ തന്നെ ലിറ്ററേച്ചർ റിവ്യൂ. അതിൽ എന്താണ് ലിറ്ററേച്ചർ റിവ്യൂ എന്ന് പറഞ്ഞാല് അതിലെന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത് അതിന്റെ റിവ്യൂ അല്ലെ. നമ്മളിപ്പോ ഒരു എന്താ സ്റ്റോറി അല്ലെങ്കിൽ കഥ പറയുമ്പോൾ അതിന്റെ സിനിമയിലൊക്കെ റിവ്യൂ പറയാറുണ്ടല്ലേ ആളുകൾ. അപ്പൊ അതിലെന്താണ് അടങ്ങിയിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് കിട്ടും, അതിന്റെ സാരം നമുക്ക് കിട്ടാറുണ്ട്. അതുപോലെ തന്നെയാണ് ലിറ്ററേച്ചർ റിവ്യൂ എന്ന് പറഞ്ഞാല് അതിലെന്താണ് അടങ്ങിയിരിക്കുന്നത് എന്നുള്ളതിന്റെ ഒരു റിവ്യൂ, അതാണ് ലിറ്ററേച്ചർ റിവ്യൂ എന്ന് പറയുന്നത്. ഇനി ക്രൈറ്റീരിയ ആൻഡ്
സ്റ്റാൻഡേർഡ്സ്, ക്രൈറ്റീരിയ ആൻഡ് മാനദണ്ഡങ്ങൾ. ഓക്കെ, ക്രൈറ്റീരിയ ആൻഡ് സ്റ്റാൻഡേർഡ്സ് ഉണ്ടാവും. മെത്തേഡ് ഓഫ് പ്രോട്ടോകോൾ യൂസ്, ഏതൊക്കെ മെത്തേഡിലൂടെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്, ഏതൊക്കെ പ്രോട്ടോകോൾസിലൂടെയാണ്. റിസൾട്ട് എന്താണ്, ഇപ്പൊ ഓഡിറ്റ് ചെയ്യുന്നത് മൂലം എന്താണ് റിസൾട്ട് കിട്ടിയിരിക്കുന്നത്, അതിന്റെ റിസൾട്ട്. റെക്കമെൻഡേഷൻസ് ഫോർ ചേഞ്ച്, ഇപ്പൊ എന്തെങ്കിലും ചേഞ്ച് വേണമെന്നുണ്ടെങ്കിൽ അതിന്റെ ശുപാർശ, എന്തെങ്കിലും ചേഞ്ചസ് വേണമെന്നുണ്ടെങ്കിൽ അതിന്റെ റെക്കമെൻഡേഷൻസ് ഉണ്ടാവും. റെക്കമെൻഡേഷൻസ് ഓഫ് ഫർദർ ഓഡിറ്റ്, ഇനിയും ഓഡിറ്റ് തയ്യാറാക്കണം എന്നുണ്ടെങ്കിൽ അതിന്റെ ആവശ്യകതയുണ്ടോ എന്നുള്ളത്, ഓഡിറ്റ് തയ്യാറാക്കേണ്ടതിന്റെ ആവശ്യകതയുണ്ടോ എന്നുള്ളതിന്റെ ഒരു റെക്കമെൻഡേഷൻ കൊടുത്തിട്ടുണ്ടാവും. ഇത്തരം കാര്യങ്ങളാണ് കണ്ടന്റ്സ് ഓഫ് ആൻ ഓഡിറ്റ് റിപ്പോർട്ടിൽ വരുന്നത്. ബാക്ക്ഗ്രൗണ്ട് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, കറക്റ്റ് ആയിട്ട് പഠിക്കാം. ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, ലിറ്ററേച്ചർ റിവ്യൂ ഉണ്ട്, ക്രൈറ്റീരിയ ആൻഡ് സ്റ്റാൻഡേർഡ്സ്, മെത്തേഡ്സ് ആൻഡ് പ്രോട്ടോകോൾസ് യൂസ്ഡ്, റിസൾട്ട്, റെക്കമെൻഡേഷൻസ് ഫോർ ചേഞ്ച്, റെക്കമെൻഡേഷൻസ് ഫോർ ഫർദർ ഓഡിറ്റ്. ഓക്കെ, വായിച്ചു നോക്കാം കേട്ടോ. ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്, നമ്മുടെ ഓഡിറ്റ് കംപ്ലീറ്റ് ആയി. അപ്പൊ അതിൽ കൃത്യമായിട്ട് നോക്കേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പറയാം. എന്താണ് ഓഡിറ്റ് എന്നുള്ളത് പഠിക്കാം. അതുപോലെ ഇന്റേണൽ ഓഡിറ്റ്, എക്സ്റ്റേണൽ ഓഡിറ്റ് എന്താണ്, മെഡിക്കൽ ഓഡിറ്റ്, ക്ലിനിക്കൽ ഓഡിറ്റ്, ഓർഗനൈസേഷണൽ ഓഡിറ്റ്, മെത്തേഡ്സ് യൂസ്ഡ് ഇൻ ഓഡിറ്റ് കൃത്യമായിട്ട് പഠിച്ചു വെക്കാം. അതുപോലെ കൺകറന്റ് ഓഡിറ്റ് എന്താണ്, റെട്രോസ്പെക്റ്റീവ് ഓഡിറ്റ് എന്താണെന്നുള്ളത് വായിക്കാം. പർപ്പസ് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. അതുപോലെ തന്നെ ഈ മെഡിക്കൽ ഓഡിറ്റ് കമ്മിറ്റിയിൽ ആരൊക്കെയുണ്ട്, എത്ര ദിവസം കൂടുമ്പോ അവർ കൂടുന്നുണ്ട്, ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഇതൊന്നും ഓർത്ത് വെക്കാം. സ്റ്റേജസ് നിർബന്ധമായിട്ട് പഠിക്കാം. 6 സ്റ്റേജസ് ആണുള്ളത് ക്ലിനിക്കൽ ഓഡിറ്റിന്, ഏതൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് പഠിച്ചു വെക്കാം. ഡയഗ്രാം കൃത്യമായിട്ട് നോക്കുക കേട്ടോ. അതുപോലെ തന്നെ ടൈപ്സ് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി കേട്ടോ. മറ്റേ കൺകറന്റ് ഓഡിറ്റും റെട്രോസ്പെക്റ്റീവ് ഓഡിറ്റും ആണ് കൃത്യമായിട്ട് പഠിക്കേണ്ടത്. റോള് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി, അറിയാവുന്ന കാര്യങ്ങളാണ് നിങ്ങൾക്ക്. അതുപോലെ തന്നെ കണ്ടന്റ്സ് ഓഫ് ആൻ ഓഡിറ്റ് റിപ്പോർട്ട് കൃത്യമായിട്ട് പഠിച്ചു വെക്കാം. ഇത്രയും കാര്യങ്ങളാണ് കൃത്യമായിട്ട് നോക്കേണ്ടത് കേട്ടോ. ഓക്കെ, നമ്മുടെ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്, ഓഡിറ്റ് കംപ്ലീറ്റ് ആയി. ഇനി വേറെ എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ ഓഡിറ്റില് ഇന്നെടുത്തതില്?
ഫോർത്ത് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്തോ മിസ്സുമാര്? ഇല്ല. വൺ മിനിറ്റ് കേട്ടോ. ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞത് പഠിച്ചാൽ മതി. ബാക്കിയുള്ളത് വായിച്ചു നോക്കണം കേട്ടോ. ഇതേ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എഴുതാതിരിക്കരുത്. ബാക്കിയുള്ളതൊക്കെ ഒന്ന് വായിക്കാം. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ സ്ട്രെസ് കൊടുത്ത് പഠിക്കാം. 1 മിനിറ്റ് ചാപ്റ്റർ ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഇനി ഫോർത്ത് മൊഡ്യൂളിലെ ക്വാളിറ്റി മാനേജ്മെന്റ് ആണ് മിസ് എടുക്കുന്നത്. ആ ചാപ്റ്റർ ജസ്റ്റ് ഒന്ന് എടുത്തേ. ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് പറഞ്ഞു പോവാം. ക്വാളിറ്റി മാനേജ്മെന്റ് ചാപ്റ്റർ 7 ഒന്ന് നോക്കാട്ടോ, ഒന്ന് എടുക്കാം. ചാപ്റ്റർ എടുത്തോ? ക്വാളിറ്റി മാനേജ്മെന്റ്.
കിട്ടിയ ഒരു പേജ് നമ്പർ ഒന്ന് പറഞ്ഞു കൊടുത്തോളൂ കേട്ടോ. മൊഡ്യൂള് 4 ചാപ്റ്റർ 7 ക്വാളിറ്റി മാനേജ്മെന്റ് 51 കറക്റ്റ് ആണല്ലേ? ഓക്കെ. എന്തായിരിക്കാം ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ? എന്തായിരിക്കാം ക്വാളിറ്റി? എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത് ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ഗുണമേന്മ അല്ലെ? ഇപ്പൊ നമ്മളൊരു കടയിൽ നിന്ന് ഒരു സാധനം വാങ്ങിക്കുമ്പോ അതിന് നിങ്ങൾ എന്താണ്, നിങ്ങൾ കൊടുക്കുന്ന പൈസയ്ക്ക് അതിനുള്ള മൂല്യം അല്ലെങ്കിൽ അതിനുള്ള സാധനം ഉണ്ടാകണം എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ടല്ലേ? അല്ലെങ്കിൽ എന്താണ് ക്വാളിറ്റി ഇല്ല എന്ന് നമ്മൾ പറയാറുണ്ട് ഇല്ലേ? ഇപ്പോ ഒരു ഓൺലൈനിൽ നിന്നൊക്കെ നമ്മളൊരു സാധനങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ, മെറ്റീരിയൽസ് ഒക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ ചിലപ്പോ എന്താണ് കറക്റ്റ് ആയിട്ട് അത് കിട്ടും, അല്ലെങ്കിൽ എന്താ ചിലപ്പോ നമ്മൾ ആ പിക്ചറിൽ കാണുന്ന ആ മെറ്റീരിയൽ ആയിരിക്കില്ല വരുമ്പോ ഉള്ളതല്ലേ. അതിന്റെ കളറിൽ വ്യത്യാസം വരാം. അതുപോലെ തന്നെ തുണികളൊക്കെ ആകുമ്പോ തുണിയിലൊക്കെ വ്യത്യാസം വരാം, ക്വാളിറ്റി ഇല്ലാതെ നമുക്കത് കിട്ടാറുണ്ട് ഇല്ലേ? എക്സ്പീരിയൻസ് ഉള്ള ആളുകളുണ്ടോ? ആരുമില്ല. ആരും വാങ്ങിച്ചിട്ടില്ലേ ഓൺലൈനിൽ നിന്നൊക്കെ മെറ്റീരിയൽസ്? വാങ്ങിച്ചിട്ടുണ്ടല്ലോ. സൈസ് ചിലപ്പോ കറക്റ്റ് ആവില്ല, അല്ലെങ്കിൽ എന്താ ആ ആ സൈസിൽ വ്യത്യാസം വരാറുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ക്വാളിറ്റിയില് തുണിയുടെ ക്വാളിറ്റിയിൽ വ്യത്യാസം വരാറുണ്ട്, അല്ലെങ്കിൽ എന്താ നമ്മൾ ഉദ്ദേശിച്ച കളറായിരിക്കില്ല കിട്ടുന്നത് അല്ലെ, വരുമ്പോ വേറെ കളറായിട്ട് വരാറുണ്ട്. ചിലർക്കൊക്കെ അങ്ങനെയും സംഭവിക്കാറുണ്ട്, എക്സ്പീരിയൻസ് ഉണ്ടാവാറുണ്ട് ഇല്ലേ? അതെ, ചീപ്പായിരിക്കും അല്ലെ, ഉണ്ടാകാറുണ്ടല്ലേ? ഓക്കെ. അപ്പൊ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, വാട്ട് ഈസ് ക്വാളിറ്റി? ജസ്റ്റ് ഒന്ന് പറയാം കേട്ടോ, നാളെ നമുക്ക് എടുക്കാം, നെക്സ്റ്റ് എടുക്കാം. ജസ്റ്റ് ഒന്ന് മിസ് പറഞ്ഞു പോവാം. ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ടു ദ ഓർഡിനറി പേഴ്സൺ ക്വാളിറ്റി ഈസ് ഹൗ ഗുഡ് ഈസ് ഗുഡ് സംതിങ് ഈസ്. എന്താ പറയുന്നത്? ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ക്വാളിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഒരു കാര്യം എത്രത്തോളം നല്ലതാണ്, അതാണ് ക്വാളിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. This can be a services എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഒരു പ്രൊഡക്റ്റും ഒരു സർവീസസിന്റെ എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ക്യാൻറ്റീൻ സർവീസ് ഒരു പ്രൊഡക്റ്റ് എക്സാമ്പിൾ റിസ്റ്റ് വാച്ച് അല്ലെ? പ്രൊഡക്റ്റ് ആകുമ്പോൾ അതിന് നമ്മൾ എത്രത്തോളം ക്വാളിറ്റി ഉണ്ടെന്നത് എങ്ങനെയാണ് പറയാം? നല്ല എന്താണ്, നല്ല രീതിയിലുള്ള പ്രൊഡക്റ്റ് ആയിരിക്കും, നല്ല ക്വാളിറ്റി ഉണ്ടായിരിക്കും, കുറെ കാലം നിലനിൽക്കുന്നത് കൊണ്ടായിരിക്കാം നമ്മൾ ക്വാളിറ്റിയുടെ കാര്യം പറയുന്നത്. അതുപോലെ നമ്മൾ വില കൊടുക്കുമ്പോൾ ആ വിലയ്ക്ക് ആ പ്രൊഡക്റ്റ് ഉണ്ടെന്ന് നമ്മൾ നോക്കാറുണ്ട് അല്ലേ? അങ്ങനെയാണ് റിസ്റ്റ് വാച്ച് ഇതിലേക്ക് ഒരു ഉദാഹരണം പറയുന്നത്. അതുപോലെ തന്നെ ക്യാൻറ്റീൻ സർവീസ്, ഒരു ഹോട്ടലിൽ പോയി നമ്മൾ ഫുഡ് കഴിച്ചു, ഫുഡ് ഇഷ്ടപ്പെട്ടു അല്ലെ? ഫുഡ് ചിലപ്പോൾ ഇഷ്ടപ്പെടാം, അല്ലെങ്കിൽ ഹോട്ടലിന്റെ സർവീസ് നല്ലതാണ് എന്ന് പറയാനുള്ള കാരണം എന്തായിരിക്കാം? ചിലപ്പോ നമുക്ക് ഫുഡ് ഇഷ്ടപ്പെട്ടത് കൊണ്ടായിരിക്കാം. അല്ലെങ്കിലോ എന്തൊക്കെ റീസൺസ് നമ്മൾ പറയും? ഹോട്ടൽ നല്ലതാണ്, അല്ലെങ്കിൽ നമ്മൾ ആ ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ കഴിച്ചു വന്നിട്ട് ആളുകളോട് പറയാറുണ്ട്, ഹോട്ടലിലേക്ക് പൊക്കോളൂ കേട്ടോ, നല്ല ഹോട്ടലാണ് പറയാറുണ്ടോ? ഇല്ല, ആരും പറയാറില്ലേ? ക്ലീനിങ്, നല്ല രീതിയിൽ ക്ലീൻ ആണെങ്കിൽ, സർവീസ് ക്വാളിറ്റി, പിന്നെന്താ അവര് നമ്മളോട് പെരുമാറുന്നത് അല്ലെ, ബിഹേവിയർ അല്ലെ? ഓക്കെ. എന്താണ് കസ്റ്റമർ കെയർ, അതുപോലെ തന്നെ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും അല്ലെ? ടേസ്റ്റ് അല്ലെ, ഫുഡിന്റെ ടേസ്റ്റ്, ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ പറയാറുണ്ട് അല്ലെ? A person's judgment about service or product relies on what he hopes for it or from it. Some of the words used to explain the quality are. ഇനി എന്താണ്, അപ്പൊ ഒരു സാധാരണക്കാരൻ അല്ലെങ്കിൽ ഒരു പേഴ്സൺ ജഡ്ജ്മെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? അതിൽ നിന്ന് അവൻ എന്ത് പ്രതീക്ഷിക്കുന്നു എന്നതിനനുസരിച്ചിട്ടാണ് അവൻ ആ ക്വാളിറ്റിയെ അവൻ ഡിഫൈൻ ചെയ്യുന്നത്. കുറച്ച് വേർഡ്സുകൾ ക്വാളിറ്റിയെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? ബ്യൂട്ടിഫുൾ അല്ലെങ്കിൽ അട്രാക്റ്റീവ് ആയിരിക്കാം,
ഡ്യൂറബിൾ എന്താണ്, ഡ്യൂറബിൾ നിലനിൽക്കുന്നത്, ലോങ് ലാസ്റ്റിംഗ് എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ മീറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് എത്ര എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചത് കൊണ്ടായിരിക്കാം. ഹെൽത്തി ആരോഗ്യമുള്ളത് കൊണ്ടായിരിക്കാം. വാല്യൂ ഫോർ മണി എന്താണ്, നമ്മൾ കൊടുക്കുന്ന പണത്തിന് മൂല്യം ഉള്ള അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന പണത്തിന് ആ പ്രൊഡക്റ്റ് ഉണ്ടാവാം. അതുകൊണ്ടൊക്കെ ആയിരിക്കാം നമ്മൾ ക്വാളിറ്റിയെ ഇങ്ങനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. മനസ്സിലായോ? ഓക്കെ ആണോ? ക്വാളിറ്റി എന്ന് പറഞ്ഞാല് നമ്മള് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം കേട്ടോ. ഇത് ജസ്റ്റ് ഒരു ഇതുപോലെ പറഞ്ഞതാണ് ക്വാളിറ്റി, ക്വാളിറ്റി മാനേജ്മെന്റ്. ഇനി അതിൽ ക്വാളിറ്റിയെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഏതൊരു വരിയും നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്വാളിറ്റി ക്വാളിറ്റി എന്ന് പറയാം. അതുപോലെ തന്നെ ഒരു 32 ഫോർമുലാസ് ഇതിനകത്ത് പഠിക്കാനുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഈ ക്വാളിറ്റി മാനേജ്മെന്റിൽ പഠിക്കാനുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ തന്നതാണ്. ഓക്കെ, ക്ലിയർ ആയില്ലേ ഇത്രയും കാര്യങ്ങളും? ഓക്കെ, അപ്പോ നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.